എല്ലാം തികഞ്ഞവനെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വയം പൊങ്ങിയാണ് മൃണാളെ നീ. അറിയപ്പെടുന്ന ഫുഡ് ബ്ലോഗറൊക്കെയാണ്. ഫുഡ് ബ്ലോഗർ എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നതും അല്ലാത്തതുമായ ഭക്ഷണശാലകളിൽ കയറി ഫുഡ് അടിക്കുക, എന്നിട്ട് കഴിച്ച ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങും മുന്നേ അതിന് കുറ്റം പറയുക. അതെന്റെ ഒരു ശീലമാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, ശീലമായി പോയി. കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കെടാതാണ് ഈ പറയുന്നത്. കയ്യിലിരിപ്പും വായിലെ നാക്കും മൂലം ഇപ്പോൾ കേരളത്തിലെ ഹോട്ടലുകളിൽ പലതിലും മൃണാളിനെ കയറ്റാറില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. മൃണാളിന്റെ സ്വഭാവവും മലയാളികളുടെ പൊതുവെയുള്ള സ്വഭാവവും കൂടി കുട്ടി വായിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഇവന് രണ്ടെണ്ണം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. മറ്റ് ഹോട്ടലുകാർ കയറ്റാത്തത് കൊണ്ടാണോ, ബുദ്ധി കൂടി തലയിൽ ഉണ്ടായിരുന്നു ബുദ്ധി കുറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, മൃണാൾ ഒരു ഹോട്ടൽ തുടങ്ങുന്നു. ഹംഗ്രി മൃണാൾ. ഒരുമാതിരി കുത്തന വർത്താനം പറയരുത്. ഗതികെട്ടവന്റെ തല മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്ത അനുഭവമായിരുന്നു മൃണാൾ സ്വന്തമായി ഹോട്ടൽ തുടങ്ങിയപ്പോൾ. ഹോട്ടൽ നടത്തിപ്പ് ഇങ്ങനെ വേണമെന്ന് ഇന്ത്യയിലെ ഹോട്ടൽ ഭീകരന്മാർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന അവതാരമാണ് മൃണാൾ. എന്നെ ആക്കിയതാണല്ലേ. ഭക്ഷണത്തിന്റെ രുചിയും സ്വാദും രുചിച്ചു നോക്കാതെ തന്നെ പറയാൻ കഴിയുന്ന ഭീകരൻ. വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത കണിശക്കാരൻ. എന്നധികം പൂഴ്ത്തി വഷളാക്കരുത്. ഇതെല്ലാം അറിയാവുന്നവർ മൃണാൾ സ്വന്തമായി തുടങ്ങിയ ഹോട്ടലിലേക്ക് കൂട്ടമായി ചെല്ലുന്നു. പക്ഷെ എന്നാണ് സത്യം പറഞ്ഞത്, ചെന്ന് നോക്കിയപ്പോൾ മനുഷ്യരില്ല. തെണ്ടിത്തരമാണ് മൃണാളെ, തികഞ്ഞ തെണ്ടിത്തരം. തന്റെ കടയിൽ വന്നു, തന്റെ ഹംഗ്രി മൃണാളി വന്നു, നാരങ്ങാ വെള്ളം കുടിച്ചു. നാരങ്ങാ വെള്ളത്തിന്റെ സ്ട്രോയ്ക്ക് 1 രൂപ. തികഞ്ഞ തെണ്ടിത്തരം തന്നെയാണ്. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ. ചെന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മൃണാൾ ഇത്രകാലം കേരളം മുഴുവൻ നടന്ന് പറഞ്ഞതൊന്നും മൃണാളിന്റെ കടയിൽ ഇല്ലെന്ന് മനസ്സിലായത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. ഭക്ഷണത്തിന്റെ രുചി കുറവ്, അളവ് കുറവ്, ടോക്കൺ സമ്പ്രദായം, പാറി പറന്നു കിടക്കുന്ന ഈച്ചകൾ, വിലക്കുറവ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നു. മൃണാളിന്റെ ഹോട്ടലിലെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. പകച്ചുപോയി മൃണാൾജിയുടെ ബാല്യം. അവന്റെ ഉണ്ടക്കണ്ണ വിണ്ണൂടെ വിജൃംഭിച്ചു. ഇത്രകാലം കേരളം മുഴുവൻ ഓടി നടന്ന് വെച്ചിരുന്ന വെടികളെല്ലാം തിരിച്ചു വന്ന് സ്വന്തം ദേഹത്ത് കൊള്ളുന്നു. അനുഭവിക്കും. മറ്റുള്ളവരുടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തിരുന്ന കഷായത്തിന്റെ കയ്പും ചവർപ്പും സ്വന്തമായി അറിഞ്ഞ് മൃണാൾ വിയർക്കുകയാണ്. പാവം, ദൈവത്തിന്റെ ഓരോരോ കളികളെ. ചോറിന് ഇവിടെ 20 രൂപയുള്ളൂ കേട്ടോ, സാധാരണക്കാർക്ക് പറ്റിയ ഊണ്. കേൾക്കാൻ നല്ല സുഖമുണ്ട്, കുളിര് കോരും. പച്ചച്ചോറിന് മാത്രമാണ് 20 രൂപ, സാമ്പാറിന് വേറെ 20 കൊടുക്കണം, മോരിന് കൊടുക്കണം 20, പച്ചക്കറി തോരന് കൊടുക്കണം 20, പപ്പടത്തിന് കൊടുക്കണം 7 രൂപ. ചോറ് രണ്ടാമത് ചോദിച്ചാലും ഈ 20 കൊടുക്കണം. കഷ്ടം. ഇങ്ങനെ പോയാൽ കൂടെ നടക്കുന്ന എന്നെയും വിറ്റ് കാശാക്കുമല്ലോ. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല വേറെ പലയിടത്തും കിട്ടുമെന്നാണ് ഇപ്പോൾ അണ്ണൻ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കുമ്പോൾ ഉള്ള സുഖം കിട്ടുമ്പോൾ ഇല്ലെന്ന് അണ്ണന് മനസ്സിലായി കാണും. കിട്ടുമ്പോൾ ഇങ്ങനെ കിടന്ന് മോങ്ങരുത്. എങ്ങനെ ഉണ്ടാളിയാ ഈ സാമ്പാറില്ലേ, ഇത് ഒരാൾക്ക് ആ ചോറിന് തികയില്ല. 2 സാമ്പാർ തികയില്ല. ബെസ്റ്റ് തുടക്കം. നമ്മൾ ഹംഗ്രി മൃണാളിന് ഫുഡ് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കമ്മിങ് ടു പപ്പടം. പപ്പടം 7 റുപ്പീസാണ്. നമ്മൾ 6 എണ്ണം മേടിച്ചു. ദാറ്റ് വാസ് ഡിസാസ്റ്റർ. ഞാൻ അവിടെ തന്നെ ഫ്ലോർ മാനേജറോട് അത് പറഞ്ഞു, നമ്മളോട് എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചപ്പോൾ അതേതായാലും നന്നായി. പപ്പടത്തിന് നമ്മൾ 7 രൂപ കൊടുക്കുന്നുണ്ട്. എന്തൊരു ദാരിദ്ര്യമാണ്. 7 രൂപ കൊടുക്കുമ്പോൾ പപ്പടം നമുക്ക് ലൈവായിട്ട് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് തന്നാൽ ഇറ്റ്സ് ഗുഡ്. ഇത് 7 രൂപ കൊടുത്ത് എക്സ്ട്രാ പപ്പടം വാങ്ങുമ്പോൾ അത് തണുത്തിരുന്നാൽ അതത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്ക് ആർക്കും പപ്പടത്തിന്റെ കേസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുക്കമാ. എനിക്ക് ഇന്ന് ഹംഗ്രി മൃണാളിന് കഴിച്ചതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെടാത്ത ഡിഷ് ചിക്കൻ ഫ്രൈ ആണ്. ബിക്കോസ് അതിനകത്ത് ഒരു മസാലേന്റെ കുത്തും പിന്നെ ഒരു എക്സ്ട്രാ ഈ വെളുത്തുള്ളിയുടെ ഒരു കുത്തുണ്ട്. ബൈ ദ വേ, ചിക്കൻ ബിരിയാണിക്ക് ചൂടില്ല, ചൂട് കുറവായിരുന്നു. കുടിക്കണ്ട, ഇതിന് കാശ് വേണ്ട. വടി കൊടുത്ത് അടി വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട്. അതായത് ആൻഡ് ഈ ചിക്കൻ ഫ്രൈൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ചിക്കൻ ഫ്രൈക്ക് ഇതിൽ എത്ര ചാർജ് ചെയ്യുന്നവർ 60 റുപ്പീസാണ് ഒരു ചിക്കൻ ഫ്രൈക്ക്. എനിക്ക് പേഴ്സണലി അതിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടില്ല. ക്വാണ്ടിറ്റി വൈസും 60 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 ചെറിയ പീസ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് വർത്ത്. ഇത് പ്രശ്നമാകും. സാമ്പാർ നല്ലതാണ്, പക്ഷെ ആ ക്വാണ്ടിറ്റിയിൽ സാമ്പാർ 20 രൂപയ്ക്ക് ഈ സാമ്പാർ
എനിക്ക് തോന്നുന്നു 2-3 വട്ടം ആളുകൾക്ക് വാങ്ങേണ്ടി വരും. ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. 20 രൂപയാണ് ഒരു പായസത്തിന് 20 രൂപ എന്ന് പറയുന്നത് ആ ഗ്ലാസ്സിന് ഇറ്റ്സ് നോട്ട് വർത്ത്. 20 രൂപയ്ക്ക് ആ പായസം അത്ര ക്വാണ്ടിറ്റി കൊടുത്താൽ പോരാ എന്ന് എനിക്കൊരു പേഴ്സണലി ഒരു ഒപ്പീനിയൻ ഉണ്ട്. എന്താ ഉറക്കം വരുന്നു. ഈച്ചേൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു 4-5 ഈച്ച അവിടെ ഇവിടെ ഉണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോ. പപ്പടത്തിൻ്റെ മുട്ടേൻ്റെ ഒക്കെ പൈസ, ചട്നീൻ്റെ പൈസ, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പറഞ്ഞ കേട്ടല്ലോ, എല്ലാം ഭംഗിയാക്കണം, ഇല്ലെങ്കിൽ എന്റെ കട്ടയും ബോർഡും മടക്കും. Actually, idea is nice. ഐഡിയ അടിപൊളി, കോൺസെപ്റ്റ് അടിപൊളി. The only problem is യുവർ ആറ്റിറ്റ്യൂഡ്. bro വന്ന് സംസാരിക്കുന്നതാണ് പ്രശ്നം. ബ്രോ ഒരു കാര്യം ചെയ്യണം. മൃണാൽ എന്താ ചെയ്യണം? മാത്രമൊന്നും നോക്കിയാൽ മതി. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. എന്തൊക്കെയാണ് അളിയ പുതിയ ഉടായ്പ പരിപാടികള്? നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ചിരിക്കണ്ട, അതിന് സമയം തരും, അപ്പം മതി. നിങ്ങളുടെ ഈ ചിരിയാണ് ആൾക്കാർക്ക് ദേഷ്യം വന്നത്. എന്ത് ചോദിച്ചാലും ഒരു ചിരിയുണ്ട്, അഹങ്കാരം എന്ന് പറഞ്ഞ ചിരി എന്നാ പറയുന്നത്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. സത്യം പറഞ്ഞു, നിങ്ങൾ അഹങ്കാരിയാണോ? അതെനിക്കറിയില്ല. എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ട് മൃണാളെ ബിരിയാണി പോരാ എന്ന് എൻ്റെ മുഖത്ത് നോക്കി എത്രയോ തവണ എനിക്ക് തന്നെ ഓർക്കാൻ പറ്റുന്നൊരു 10-15 ഇൻസിഡൻസ് ഉണ്ട്. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ. എനിക്ക് അറിയേണ്ട എന്തുകൊണ്ടാ കുഴപ്പമെന്ന്. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? ലൈവിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെരുമാറുന്നത് വേറൊരു രീതിയിലാണ്. അതെന്തുകൊണ്ടാണ്? ഒരു പ്രത്യേക ജീവിതല്ലേ. കാരണം ആ ലൈവിന്റെ സ്വഭാവം അതാണ്. അതാണ് ആൾക്കാരത് കാണുന്നത്. അത് നമ്മുടെ ഒരു ശൈലിയാണെന്നാണ് പറയുന്നത്. എത്രയോ കാലമായിട്ടുള്ളതല്ലേ. അതൊരു ടെൻഷൻ റിലീസാണ് ഞങ്ങൾക്കൊക്കെ. അപ്പൊ ഇത്ര ആളുകൾ ഇപ്പൊ ഇത് അറിയാത്ത ആളുകളായിരിക്കൂലേ അപ്പൊ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ അഭിപ്രായങ്ങൾ പറയുന്നു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അപ്പൊ അതായത് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും റെസ്റ്റോറന്റ് പരമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ലൈവിൽ ഒന്ന് പറയരുത്. ലൈവിലും നിങ്ങൾ പറഞ്ഞോ, പക്ഷെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം കറക്റ്റ് ആയിരിക്കും. റെസ്റ്റോറന്റ് ഓണർ മൃണാളിന്റെ അല്ല. നീ എന്തൊക്കെയുണ്ടായി പറയണ പന്നി. അപ്പൊ ഈ പറഞ്ഞു വരുന്നത്, അപ്പൊ ആളുകൾ കാണുന്ന ഈ ലൈവിൽ കാണുന്ന മൃണാളും നേരിട്ട് കാണുന്ന മൃണാളും രണ്ടാണ്. ഡബിള്. നിങ്ങൾ മക്ഡൊണാൾഡ്സിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. KFCയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇതൊക്കെ നീ എന്താണ് ഇവിടെ പറയുന്നേ? ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മക്ഡൊണാൾഡ്സും KFC അല്ല, ഒറിജിനൽ US-ലെ മക്ഡൊണാൾഡ്സും KFC. ഇത് എങ്ങോട്ടൊക്കെ പോണേ? ഞാൻ ഇവിടെ ഇരുന്നോണ്ടല്ലേ ചോദിക്കുന്നത്. ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പോൾ 14 രൂപയും കൊണ്ട് നാളെ അവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല കഞ്ഞി കിട്ടും. ഉപ്പിട്ട് കുടിച്ചോ. അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അല്ല, ഈ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ നിങ്ങളുടെ ചിരി കാണുമ്പോൾ അതിനൊരു അഹങ്കാരം ഉണ്ട്. അതെന്താ അങ്ങനെ? അതിന്റെ അടിയിൽ വന്ന കംപ്ലീറ്റ് കമന്റുകൾ അതായിരുന്നു. ഒരാളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കണോ, അവരുടെ ചിരി അഹങ്കാരം നിറഞ്ഞ ചിരിയിലാണ് ആ മറുപടി കൊടുക്കുന്നത്. ഇങ്ങനെയൊരു ജന്മം. നിങ്ങൾ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇന്നിപ്പോ നമുക്ക് പോവാം, ഒരു ഈശയെ കാണിച്ചു തരാൻ പറ്റുമോ? നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചു വന്നത്. ഒരാൾക്ക് അതൊരു അനുഭവം ഉണ്ട്, മറ്റൊരാൾക്ക് ഇല്ല എന്ന് അറിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തെറ്റാണെന്നാണോ? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അത് തെറ്റാണെന്നാണോ? ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു സ്ഥാപനമാണ്. അതൊരു പുതിയ അറിവാണല്ലോ. ഞാൻ പറയാണ് അവിടെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന്. നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് ഇല്ലേ? പക്ഷെ ക്ലോക്ക് ചുമരിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും. ഈച്ച അങ്ങനെയല്ല. ഞാൻ വളരെ കൂടുതൽ കാശ് എൻ്റെ റെസ്റ്റോറൻറ്റ് ഹൈജീൻ പാർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. വളരെ മുമ്പ് മുതൽ ഈ ഹൈജീൻ നോക്കാൻ വേണ്ടിയിട്ട് ട്രെയിനേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു വീഡിയോയിൽ മുൻപുള്ള ഒരു വീഡിയോയിൽ മൃണാൾ തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഈച്ച ഉണ്ട് എന്നുള്ളൊരു വീഡിയോയിൽ പറയുന്നു. ഡേറ്റ് ഇല്ല, ആ ഒരു വ്ളോഗിലായിരുന്നു. എന്തിനാ ഇപ്പൊ അങ്ങനെ പറയുന്നത്? നിങ്ങൾ ആ വീഡിയോയുടെ ഡേറ്റ് എടുക്കുക. ഇയാള് കിടന്ന് ഉരുളണ്ട. അല്ല, ആ വീഡിയോ പറയണ വീഡിയോ ആണോ? ഡേറ്റ് എടുക്കാം. ഇത് നമ്മളെ സത്യശീല സാറിന്റെ പുതിയ നമ്പറാ. ഞങ്ങളുടെ പോലത്തെ റെസ്റ്റോറൻറ്റിൽ 24 മണിക്കൂർ ഫുഡിന് ചൂടുണ്ടാവും. ഇതെല്ലാം നമ്പർ മാറിയേ ഇല്ലേ സാർ ഉണ്മയാ സാർ சொல்றேன். ചൂട് വേണ്ട ഫുഡിന്. ഓക്കെ. ഐസ്ക്രീമിന് ചൂടുണ്ടാവില്ല കേട്ടോ. എന്ത് ചീഞ്ഞ കോമഡിയാണ്. വേണ്ടായിരുന്നു. ഞങ്ങൾ വെക്കുന്ന ബിരിയാണി ഇന്ത്യ മഹാരാജ്യത്തെ 90% ആൾക്കാരെങ്കിലും കഴിച്ചിട്ട് നല്ലതല്ലെന്ന് പറയാൻ സാധ്യത.
ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് ഞങ്ങളുടെ ബിരിയാണി ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ കഴിച്ച് ശീലിച്ച ബിരിയാണിയേ അല്ലത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നോർമലി ഒരു ഹോട്ടലിൽ വന്ന് റിവ്യൂ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു 7 വർഷത്തോളം വ്ളോഗ് ചെയ്ത അല്ലെങ്കിൽ ഫുഡ് വ്ളോഗ് ചെയ്തിട്ടുള്ള മൃണാളിൻ്റെ ഹോട്ടലാകുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ രൂക്ഷമായിട്ട് വിമർശിച്ചേക്കാം എന്നൊരു ചിന്തയുണ്ടെന്ന് കരുതുന്നുണ്ടോ? അവരെന്ത് വേണം ചെയ്തോട്ടെ, കുഴപ്പമില്ല, നമുക്കെന്ത് പ്രശ്നം. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ശരിക്കും അത്തരത്തിലൊരിതുണ്ടോ? കർമ്മയിൽ വിശ്വാസമുണ്ടോ? ഞാൻ ദൈവവിശ്വാസിയല്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.